നമസ്കാരം. കഴിഞ്ഞുപോയ 5 നിയമസഭാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം BJPക്ക് ചലഞ്ചിങ് ആയിരുന്നത് രാജസ്ഥാനും മധ്യപ്രദേശും തന്നെയായിരുന്നു. കാരണം അവിടെ കോൺഗ്രസിന് സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളിലും ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ജനങ്ങളോട് പറയാതെ തന്നെയാണ് BJP വോട്ട് പിടിച്ചത്. അതിന് മുന്നിൽ നിന്ന് നയിച്ചതാവട്ടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. അങ്ങനെ മോദി എഫക്റ്റിൽ തന്നെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും BJP ഇത്രയധികം ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്നായിരുന്നു മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ ശിവരാജ് സിംഗ് ചൗഹാനെയും രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യയും ഇനി എന്ത് ചെയ്യും, ഇവർക്ക് ഒരു പദവിയും കൊടുക്കാതെ മാറ്റി നിർത്തിയാൽ തീർച്ചയായും അതിന്റെ പരിണിത ഫലം പാർട്ടി അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലൊക്കെ BJPയുടെ ഉള്ളിൽ നിന്ന് പോലും ചർച്ചകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നതൊരു വാസ്തവമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകളെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പുതുമുഖ പരീക്ഷണം BJP നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന് പകരം മോഹൻ യാദവിനെ അധികാരത്തിൽ എത്തിച്ചു. രാജസ്ഥാനിലാവട്ടെ വസുന്ധര രാജ സിന്ധ്യ എന്ന മുൻ മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ടാണ് BJP അവിടെ ഭജൻലാൽ ശർമ്മ എന്ന മുഖ്യമന്ത്രിയെ അവരോധിച്ചിരിക്കുന്നത്. അങ്ങനെ അടിമുടി ഒരു തലമുറ മാറ്റം തന്നെയാണ് ഈ 2 സംസ്ഥാനങ്ങളിലും BJP നടത്തിയത്. ഇത് എങ്ങനെയായിരിക്കും ഇവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജ സിന്ധ്യയും ആഴത്തിൽ വേരുകളുള്ള പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ വലിയ പ്രീതിയുള്ള ജനസമ്മതരായ നേതാക്കൾ തന്നെയാണ് ഇരുവരും. എന്നാൽ ഇപ്പോൾ ഈ 2 നേതാക്കളെയും പാർട്ടി തഴഞ്ഞതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്നുള്ള ഒരു സർവേ നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ABP ന്യൂസും സി വോട്ടറും ചേർന്നാണ് ഒരു സർവേ നടത്തിയത്. ആ സർവേയുടെ ഫലമാവട്ടെ BJPയുടെ പ്രവർത്തകരെ പോലും ഞെട്ടിപ്പിക്കുന്നുമുണ്ട്. വസുന്ധര രാജ സിന്ധ്യയും ശിവരാജ് സിംഗ് ചൗഹാനെയും മുഖ്യമന്ത്രിയാക്കാത്ത BJPയുടെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നതായിരുന്നു ഈ സർവേ മുന്നോട്ട് വെച്ച ചോദ്യം. എന്നാൽ ഈ സർവേയിൽ 52% ആളുകളും പറഞ്ഞിരിക്കുന്നത് BJPയുടെ ഈ തീരുമാനം ശരിയാണ് എന്ന് തന്നെയാണ്. 33% പേർ ഇത് തെറ്റായി പോയി എന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. 15% ആളുകളാവട്ടെ തങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അതായത് പകുതിയിലധികം ജനങ്ങളും BJPയുടെ തീരുമാനത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പലപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ നടക്കുന്ന സമയത്തും അതിനുശേഷം വിജയിച്ചു കയറിയപ്പോൾ പോലും ഈ 2 നേതാക്കളെ തഴഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പരിണിത ഫലം എന്തായിരിക്കും എന്ന തരത്തിലായിരുന്നു ഏറ്റവും അധികം ചർച്ചകൾ രാജ്യത്ത് നടന്നത്. പക്ഷെ അങ്ങനെ യാതൊരു പരിണിത ഫലവും അല്ലെങ്കിൽ യാതൊരു ക്ഷീണവും പാർട്ടിക്ക് തട്ടില്ല. പാർട്ടി ഒരിക്കലും ഒരു നേതാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് വസുന്ധര രാജ സിന്ധ്യയും ശിവരാജ് സിംഗ് ചൗഹാനെയും മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റാത്ത BJPയുടെ തീരുമാനം ശരിയാണ് എന്ന് ഭൂരിഭാഗം ആളുകളും 52% ആളുകളും പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഉത്തരം BJPക്ക് നൽകുന്ന ഒരു ആശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ തീരുമാനം ശരിയാണ് എന്ന് ഓരോ ജനങ്ങളും വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.